നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലെ എരുമാട് മാതമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്ന് രാവിലെ ഒരു യുവാവിനെ ആന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാട്ടാന എരുമാട് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ജനവാസ മേഖലയോട് ചേർന്ന ഭാഗത്തേക്കൊക്കെ വന്നിരിക്കുകയാണ്. ആ ഒരു ആൾക്ക് അത്യാവശ്യം പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആ ഒരു സംഭവം നടന്ന ആ ഒരു പ്രദേശത്താണ് ഉള്ളത്. നമുക്കിനി ഈ ഒരു ഇവിടെയുള്ളൊരു പ്രദേശവാസിയോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് നാസർ. ചേട്ടാ, ആ സംഭവം ഒന്ന് വിവരിക്കാവോ? എപ്പോഴാണ് സംഭവം നടന്നത്? സംഭവം ഇന്ന് രാവിലെ 7 മണിക്ക് ഒരു ആന വന്നു. കാട്ടാന ഈ ഭാഗത്തേക്ക് ആന വരാത്തയാണ്. ഒരു 2 വർഷത്തിന് മുന്നേ ഇതേപോലെ ഒരു ആന വന്നിരുന്നു. അത് അതേമാതിരി തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് പോവുകയും ചെയ്തു. ഇന്ന് രാവിലെ പ്രതീക്ഷിക്കാതെ ഒരു ആന വന്നു. ആന നേരെ വന്ന് കല്ലിച്ചാൽ വഴി, ഇത് നീലഗിരി ഡിസ്ട്രിക്റ്റാണ്, ചേരങ്കോട് പഞ്ചായത്തിലെ എരുമാട് വില്ലേജ് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഈ ഭാഗത്തേക്ക് അയ്യങ്കൊല്ലി ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആന വന്നിട്ട് കാട്ടിൽ കയറുകയും കാട്ടിലേക്ക് കയറി നിന്നു. കാരണം ജനവാസ മേഖലയാണിത്. ഒത്തിരി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആണ് എരുമാട് വില്ലേജ് ഏരിയ. അങ്ങനെ ആന കാട്ടിലേക്ക് കയറി. ആനയെ കാണിക്കാൻ വേണ്ടി, ഫോറസ്റ്റ് വാച്ചർമാർക്ക് കാണിക്കാൻ വേണ്ടി ഒരു യുവാവ് അവരെ കൂടെ പോയതാണ്. ആന ഉള്ളത് അവരറിയാതെ പെട്ടെന്ന് തന്നെ ആന തിരികെയും ആ യുവാവിൻ്റെ ഷോൾഡറിന് കൊമ്പ് കൊണ്ട് കുത്തുകയും ഷോൾഡർ എല്ല് പൊട്ടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ യുവാവിനെ ഇവിടെ ഒരു GH ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് പെട്ടെന്ന് ബത്തേരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടുന്ന് കാലിക്കറ്റിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഓപ്പറേഷൻ ആയി കൊണ്ടിരിക്കുന്നു എന്ന് വിവരം അറിഞ്ഞിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലാണോ? അതെ, ഗുരുതരാവസ്ഥയിലാണ്. ഒന്നും പറയാനായിട്ടില്ല. ഡോക്ടർ പറഞ്ഞത് ആന ഇപ്പൊ എവിടെ, ഏത് ഭാഗത്താണ് ഉള്ളതെന്ന്? ഇപ്പൊ ഇവിടുന്ന് ഒരു 300 മീറ്റർ മാറിയാല് തൊട്ട് ഇതിങ്ങനെ വനമേഖലയാണ്. ഒരു 300 മീറ്റർ മാറിയാൽ അവിടെ ആന തമ്പടിച്ചിരിക്കുന്നത്. ആനയ്ക്ക് എവിടേക്കും പോകാനുള്ള വഴിയില്ല. കാരണം ഇവിടെ ഫോറസ്റ്റുകാരുണ്ട്. ഒരു 42 പേര് ഫോറസ്റ്റുകാര് ചുറ്റും നിൽക്കുന്നുണ്ട്. കാരണം ആനനെ ഇപ്പൊ എവിടേക്കും ഇറക്കി വിടാൻ പറ്റില്ല. മൊത്തം ആളുകൾ പുറത്തിറങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ആനനെ ഇപ്പൊ എവിടേക്കും ഓടിക്കാനുള്ള ഒരു നിവൃത്തിയില്ല. 2 വീടുകളുണ്ട് ഇവിടെ. പിന്നെ ബാക്കി വീടുകളെല്ലാം മെയിൻ റോഡ് ആ ഭാഗത്തേക്കാണ്. ഇഷ്ടംപോലെ, ഞാനിപ്പോൾ ഈ വന്ന വഴിക്കാൻ ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലമാട്ടാ. ഇവിടെ ഇച്ചിരി, ഇത് എത്ര ഭാഗം ഉണ്ടാവും ഈ ഫോറസ്റ്റ്? ഈ ഫോറസ്റ്റിൽ 30 ഏക്കർ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ചെറിയ ഫോറസ്റ്റാണ്. ഇത് ആന എവിടെന്നാ വന്നത്? ആന വന്നത് കുളപ്പള്ളി പന്തലൂർ ഭാഗത്തു നിന്ന് വന്നതാണ്. ഒറ്റ ആന ആയത് കാരണം ആനയ്ക്ക് അറിയുന്നില്ല. ആന ആകെ പരിഭ്രാന്തി പിടിച്ച് നടക്കുകയാണ്. കാരണം എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും? ഇവിടെ എവിടെയാണ് വലിയ കാടുകളോ വനങ്ങളോ ഒന്നും അല്ല, ഇതുമാതിരി കുറ്റിക്കാടുകളൊക്കെയാണ്. ആനയ്ക്ക് എവിടെ നിൽക്കാനുള്ള ഒരു നിവൃത്തി ഇവിടെ ഇല്ല. അതുകൊണ്ട് ഈ വഴി തന്നെയാ വന്നേ ആന? അതെ, ഈ വഴി തന്നെയാണ്. റോഡ് വഴി തന്നെയാണ്. ഇതൊരു വഴി വന്നിട്ടാണ് ആന അങ്ങോട്ട് പോയത്. അപ്പൊ എന്താ ഇന്ന് രാത്രി ഇവര് ഓടിക്കുവോ? ഇവര് ഇന്ന് രാത്രി ആകുമ്പോഴേക്ക് ഓടിക്കണം എന്നും പറഞ്ഞിട്ടുള്ള ശ്രമത്തിലാണ്. പക്ഷെ അവരുടെ ശ്രമം വിജയിക്കുന്നില്ല. ആന ഒരു കാരണവശാലും താഴെ വയലിലേക്ക് ഇറങ്ങിയാലേ അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. ആന ഇറങ്ങുന്നില്ല. ആന വന്ന വഴി തന്നെ പോകണം. വന്ന വഴി പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് മാർഗം അല്ലല്ല, ടൗൺ അല്ല. ഇവിടെ ഒരു വയൽ കിടന്നിട്ട് അപ്പുറത്തെ ഒരു റോഡുണ്ട്. ആ വഴിയാണ് വന്നതാന. അതുവഴി തന്നെ പോകുന്നതാണ് ഇപ്പൊ ഞങ്ങളുടെ പ്രതീക്ഷ. അവസാനം രാത്രി അങ്ങനെ ആയിരിക്കും. അതെ. അപ്പൊ ഇവിടെ അങ്ങനെ ആനശല്യം ഉള്ള സ്ഥലം? ഇവിടെ ഒരു മൃഗങ്ങളുടെ ശല്യം ഇല്ലാത്തൊരു ഏരിയ ആണ് ഇവിടെ എരുമാട് വില്ലേജ്. ഒരു മൃഗശല്യം ഇല്ലാത്തതാണ്. 2 വർഷത്തിന് മുൻപാണ് ഒരു ആന വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഫോറസ്റ്റുകാർ എന്താ പറഞ്ഞേ ഇതിനെക്കുറിച്ച്, ആളുടെ പരിക്കിനെ കുറിച്ച്? ആളുടെ പരിക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ചെലവും ഫോറസ്റ്റ് വഹിക്കുന്നതാണ്. ആണല്ലേ? അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജല്ല, അപ്പോൾ അവരുടെ കൂടെ ആരെങ്കിലും പോയിട്ടുണ്ട്. ഇവിടുന്ന് 2 സ്റ്റാഫ്, ഫോറസ്റ്റിന് 2 സ്റ്റാഫ് പോയിട്ടുണ്ട്. അയാളുടെ വൈഫ് പോയിട്ടുണ്ട്. കൂടുതല് നാട്ടുകാരൻ പോയിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് ചെയർമാൻ പോയിട്ടുണ്ട്. ആളെല്ലാം പോയിട്ടുണ്ട്. ആണല്ലേ? അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ലല്ലേ? അല്ലല്ല, നമ്മൾ വലിയൊരു സേഫുള്ള ഏരിയയിലല്ല. ഇപ്പോൾ ഈ ആന ഇവിടെ ഉള്ള സ്ഥിതിക്ക്, ആന ഇല്ലാത്തതാണെങ്കിൽ ഇവിടെ ഒരു മൃഗവും വരും. ഒരു പെരിച്ചായിന്റെ ശല്യം പോലും ഇവിടെ ഇല്ലാത്ത ഒരു ഏരിയയാണ്. ഓക്കെ, ഇതാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് രാവിലെ ആ യുവാവിനെ ബത്തേരി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഉള്ള ഒരു ദൃശ്യങ്ങളാണ് കേട്ടോ.
കുത്തിപ്പോയി ചവിട്ടാൻ സമയത്ത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അദ്ദേഹത്തെ ആ ഒരു യുവാവിനെ ബത്തേരി ആശുപത്രി കൊണ്ടുവന്നപ്പോൾ ഉള്ള ഒരു ദൃശ്യങ്ങൾ. ഇനി നമുക്ക് ഈ ആനയുടെ ഒരു CCTV ഫുട്ടേജ് നമുക്ക് ഇവിടെ ഉള്ളൊരു വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വീടിൻ്റെ CCTV ക്യാമറയിൽ നിന്നാണ് കിട്ടിയത്. ആ ഒരു വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ആന പോയിരിക്കുന്നത്. ഇതുപോലെ ഒത്തിരി വീടുകളുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു പ്രദേശത്തോടുകൂടി ആന ഇതുപോലെ വളരെ കൂളായിട്ട് നടന്നുപോയി. അതുപോലെ അങ്ങനെ നടന്നുപോയി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ചെറിയൊരു 30 ഏക്കർ വരുന്ന ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് വന്ന് ആന തമ്പടിച്ച് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആനയുടെ ആ ഒരു വിഷ്വലും കണ്ടു, അതുപോലെ തന്നെ ആ പരിക്ക് പറ്റിയ ആളുടെ ദൃശ്യങ്ങളും കണ്ടു. ഇതാണ് എരുമാട് ഭാഗത്തെ ഒരു സിറ്റുവേഷൻ. ഇവിടെ അങ്ങനെ ആനശല്യം പൊതുവേ കുറവുള്ളൊരു സ്ഥലമായിരുന്നു. നമുക്കറിയാം ഇവിടുന്ന് കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ ഗൂഡല്ലൂർ, മസനഗുഡി, അതുപോലെ തന്നെ പന്തല്ലൂർ ഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന പ്രദേശങ്ങളാണ്. നിരവധി ആൾക്കാർ എല്ലാ വർഷവും മരിക്കുന്ന പ്രദേശങ്ങളാണ്. അതിനോട് അധികം ദൂരമൊന്നുമില്ല. ഇവിടുന്ന് പന്തല്ലൂർക്ക് എത്ര ദൂരമുണ്ട്? 22 കിലോമീറ്റർ ദൂരമൊക്കെ ഉള്ളൂ ഈ പന്തല്ലൂർക്കൊക്കെ. അപ്പോൾ ഏതായാലും ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വളരെയധികം ഭയപ്പാടിൽ തന്നെയാണ്. കാരണം പന്തല്ലൂരുകാർ അനുഭവിക്കുന്നൊരു വിഷമമൊക്കെ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ഏതായാലും ആ യുവാവ് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തോടെ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.